നെക്സ്റ്റ് ഡേയ്സിൽ നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ എങ്ങനെയാണ് റൗട്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതുള്ള ഡൈനാമിക് റൗട്ട്സ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നെക്സ്റ്റ് ഡേയ്സ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബിൽറ്റ് ഇൻ കോമ്പോണന്റ് ലിങ്ക് കോമ്പോണൻസ് എന്താണെന്നാണ്. ആക്ച്വലി ഫ്രെയിം വർക്സിൽ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കോമ്പോണന്റ് ആണ് കേട്ടോ ഇത്. അതായത് ഇപ്പൊ നമ്മൾ സാധാരണ ഇപ്പൊ ഒരു പേജിൽ നിൽക്കുവാണ്, നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ നോക്കിയ സെയിം എക്സാമ്പിൾ തന്നെ എടുക്കാം. നമുക്ക് ഹോം പേജിൽ നിൽക്കുവാണ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് എബൌട്ട് പേജിലേക്ക് നാവിഗേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ സെർവറിലേക്ക് ആ പേജിൽ റിക്വസ്റ്റ് പോയി അതിന്റെ റെസ്പോൺസിൽ അത് റെൻഡർ ചെയ്യൂലേ. അതിന് പകരം ക്ലയന്റ് സൈഡിൽ തന്നെ എങ്ങനെയാണ് പേജ് നാവിഗേറ്റ് ചെയ്യുന്നത്, ഇപ്പൊ നമ്മുടെ ആപ്ലിക്കേഷനിലെ ഡിഫറെന്റ് പേജസ് ക്ലയന്റ് സൈഡിൽ തന്നെ എങ്ങനെയാണ് നാവിഗേറ്റ് ചെയ്യുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ലിങ്ക് കോമ്പോണന്റ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ക്ലയന്റ് സൈഡ് കോമ്പോണൻസ് ഉണ്ട്, സെർവർ സൈഡ് കോമ്പോണൻസ് ഉണ്ട്. അത് നമ്മൾ ഇതുവരെ എടുത്തിട്ടില്ല, ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് പാർട്ടിൽ എടുക്കും. അതിപ്പോ നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പൊ നമ്മൾ ജസ്റ്റ് എങ്ങനെയാണ് ഒരു ക്ലയന്റ് സൈഡ് കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതായത് ഇപ്പൊ നമ്മളൊരു റിയൽ പ്രൊജക്ട് എടുക്കാം. അവിടെ നമ്മൾ എങ്ങനെയാ ചെയ്യാറ്, ഇപ്പോ ഒരു ഷോപ്പിംഗ് സൈറ്റ് എടുക്കുകയെന്ന് വിചാരിച്ചോ. പേജ് ലോഡ് ചെയ്ത് വരുമ്പം വൺസ് നമ്മൾ ലോഗിൻ സക്സസ്ഫുൾ ആയി ആ സൈറ്റിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മെനൂസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഓരോ മെനുവിലും ക്ലിക്ക് ചെയ്യുമ്പോൾ ആ മെനുവിന്റെ കറസ്പോണ്ടിങ് പേജിലേക്ക് നാവിഗേറ്റ് ചെയ്യും. ആ പേജ് പിന്നെ നമുക്ക് ആ പേജിൽ നിന്നിട്ട് വർക്ക് ചെയ്യാം. അപ്പൊ അതെങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നത്, അതായത് നമുക്ക് ക്ലയന്റ് സൈഡിൽ എങ്ങനെയാണ് ക്ലിക്കബിൾ ലിങ്ക്സ് ക്രിയേറ്റ് ചെയ്ത് പേജ് ലോഡ് ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ലിങ്ക് കോമ്പോണന്റ് ആണ്. അപ്പൊ നിങ്ങൾ കൺഫ്യൂഷൻ ആണെങ്കിലും പേടിക്കേണ്ട, ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു കോമ്പോണന്റ് ആണ് കേട്ടോ ഇത്. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു ക്ലയന്റ് സൈഡ് കോമ്പോണന്റ് ആണെന്ന്. സോ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ റൗട്ട്സ് എല്ലാം ക്രിയേറ്റ് ചെയ്തത് ആപ്പ് ഫോൾഡറിന്റെ ഉള്ളിലാണ്. ഇത് അങ്ങനെ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മൾ നമ്മുടെ പ്രൊജക്ടിന്റെ റൂട്ട് ഡയറക്ടറിയിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ക്ലയന്റ് സൈഡ് കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത് റൂട്ട് ഡയറക്ടറിയിലാണ്. അപ്പൊ ഞാൻ ഈ സോഴ്സ് ഫോൾഡറിന്റെ അണ്ടറിൽ പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുവാണ്, കോമ്പോണൻസ് എന്ന് പറഞ്ഞിട്ട്. ഈ ഫോൾഡറിലാണ് ഞാൻ എന്റെ ക്ലയന്റ് സൈഡ് കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. മിസ്സിംഗ് അല്ലേ. ഓക്കെ, അപ്പൊ ഞാൻ ആ ഫോൾഡർ ഒന്ന് കൊളാപ്സ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അകത്ത് ഞാനൊരു നാവിഗേഷൻ, അതായത് ഞാനൊരു നേരത്തെ പറഞ്ഞ പോലെ ഒരു മെനു ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ നാവിഗേഷൻ ബാറിന്റെ navbar.jxx എന്നാണ് ഫയൽ നെയിം കൊടുക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ RIFC യൂസ് ചെയ്തിട്ട് നാവിഗേഷൻ ബാർ ക്രിയേറ്റ് ചെയ്തു. ഇനി ഞാൻ Next.js ഫസ്റ്റ് ലിങ്ക് കോമ്പോണന്റിനെയാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. ലിങ്ക് ഫ്രം, ഇതിന്റെ ലേറ്റസ്റ്റ് സിന്റാക്സ് ഇങ്ങനെയാണ് കേട്ടോ, next/link. നമ്മൾ ലിങ്ക് കോമ്പോണന്റിനെ ഇമ്പോർട്ട് ചെയ്തു. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ എനിക്ക് ഇതിന്റെ അലൈൻമെന്റ് പ്രോപ്പർ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഞാനൊരു CSS ഫയലും കൂടെ ക്രിയേറ്റ് ചെയ്യണം, ഒരു സിമ്പിൾ CSS ഫയൽ കേട്ടോ. navbar.css എന്നാണ് ഫയൽ നെയിം കൊടുക്കുന്നത്. ഇതിന്റെ അകത്ത് ഞാൻ ഓൾറെഡി എന്റെ ഫയലിന്റെ CSS പോർഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്ന് കോപ്പി ചെയ്യുവാണ് കേട്ടോ. ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല, അതായത് നമ്മുടെ നാവിഗേഷൻ ബാറിന് ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്തു, പാഡിങ് സെറ്റ് ചെയ്തു. പിന്നെ ഓരോ നമ്മൾ UL ലിസ്റ്റിന്, ഇപ്പൊ സാധാരണ നമ്മൾ വെനില ജാവാസ്ക്രിപ്റ്റിലാണെങ്കിലും എങ്ങനെയാണ് ലിങ്ക്സ് ക്രിയേറ്റ് ചെയ്യാറ്, ഒരു UI ലിസ്റ്റ് ഉണ്ടാവും, അതിന്റെ അകത്ത് LI ടാഗുകൾ ഉണ്ടാവും, അതിന്റെ അകത്ത് ആങ്കർ ടാഗിലല്ലേ ടെക്സ്റ്റ് സെറ്റ് ചെയ്യുന്നത്, അതുപോലെ ലിങ്കും സെറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ. അപ്പൊ നാവിഗേഷൻ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു UI ലിസ്റ്റ്, അതിനൊരു ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുക്കുന്നു, അതായത് നമുക്ക് റോ വൈസ് വരാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ഓരോ ഐറ്റം, ഓരോ LI ടാഗും പൊസിഷൻ റിലേറ്റീവ് കൊടുക്കുന്നു. ലിങ്കിന് ഒരു കളർ വൈറ്റ് കളർ, ടെക്സ്റ്റ് കളർ വൈറ്റ് ആണ് സെറ്റ് ചെയ്യുന്നത്. അതുപോലെ ആക്റ്റീവ് ആവുന്ന സമയത്ത് ഒരു ബോർഡർ വരണം, അതായത് എച്ച് ഓവർ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ബോർഡറും സെറ്റ് ചെയ്യണം. അപ്പൊ ഇത്രയും സിമ്പിൾ ആണ് കേട്ടോ. ഞാനൊരു ഗിറ്റർ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ കോഡ് ഷെയർ ചെയ്ത് തരാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് പഠിക്കുന്നവർക്ക് ഈസി ആയിരിക്കുമല്ലോ. ഒന്ന് വെയിറ്റ് ചെയ്യണേ. അപ്പൊ ഞാൻ CSS ഫയൽ ഓൾറെഡി ചെയ്തു. ഇനി എങ്ങനെയാണ് ലിങ്ക് കോമ്പോണന്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ക്ലിക്കബിൾ ലിങ്ക്സ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. അതിന് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഫസ്റ്റ് നമുക്ക് HTML-ന്റെ നാവിഗേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പോണന്റ് അല്ലെ, നാവ് കോമ്പോണന്റ്, അതാണ് എടുക്കേണ്ടത്. നാവ് കോമ്പോണന്റ് എടുത്തു. ഇനി ഇതിന്റെ അകത്ത് നമ്മൾ CSS-ന്റെ ക്ലാസ് നെയിം കൊടുക്കണം. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മളിവിടെ നാവിന് .nav എന്ന് പറഞ്ഞിട്ട് തന്നെയല്ലേ ക്ലാസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ആ ക്ലാസ് നെയിം കൊടുത്തു. ഇനി ഞാൻ പറഞ്ഞ പോലെ എന്ത് ചെയ്യണം, ഒരു UL ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ സാധാരണ എങ്ങനെയാണോ ജാവാസ്ക്രിപ്റ്റിൽ മെനു ക്രിയേറ്റ് ചെയ്യുന്നത് സെയിം വേ തന്നെയാണ് കേട്ടോ. ക്ലാസ് നെയിം കൊടുക്കുക. ഇനി ലിങ്കിന് നമ്മളിവിടെ nav ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു CSS ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ആ ക്ലാസ് കൊടുക്കുക. ഇനി ഇതിന്റെ അകത്ത് UL ടാഗിന് LI ടാഗ് ക്രിയേറ്റ് ചെയ്യണം. ഇനി LI ടാഗിനോ അഗൈൻ ക്ലാസ് നെയിം കൊടുക്കണം. അവിടെ നമ്മൾ nav ഐറ്റം എന്നാണല്ലേ ക്ലാസ് നെയിം സെറ്റ് ചെയ്തിരിക്കുന്നത്, ഐറ്റം എന്ന് കൊടുക്കുന്നു.
ഇനി ഇതിന്റെ അകത്ത് നമ്മൾ സാധാരണ ജാവാസ്ക്രിപ്റ്റിൽ എന്താ ചെയ്യാറ്, ആങ്കർ ടാഗ്, അതായത് ഒരു എ ടാഗ് ക്രിയേറ്റ് ചെയ്യും. അതിൽ href എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പണന്റിന്റെ അകത്ത് നമ്മുടെ എന്താണോ URL കൊടുക്കേണ്ടത്, അതായത് ഏത് പേജ് ആണോ വരേണ്ടത് ആ പേജിന്റെ URL സെറ്റ് ചെയ്യൂലേ. ഇവിടെ നമ്മൾ ആങ്കർ ടാഗിന് പകരം നെക്സ്റ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ലിങ്ക് കോമ്പോണന്റ് ആണ് എടുക്കുന്നത്. ഫസ്റ്റ് ലിങ്ക് കോമ്പോണന്റിന് നമ്മൾ ടെക്സ്റ്റ് കൊടുക്കണം. ഞാനിവിടെ ഫസ്റ്റ് എനിക്ക് ഹോം പേജ് ആണ് വരേണ്ടത്, സോ ഹോം കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് സെയിം href ടാഗ് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇതിന്റെ അകത്ത് നമ്മൾ URL കൊടുക്കണം. അപ്പൊ ഞാൻ ഓൾറെഡി നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ യൂസ് ചെയ്ത റൗട്ട്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഒരു ഹോം പേജ് ഉണ്ട്, അതായത് page.txsൽ നമ്മൾ ഹോം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കോണ്ടാക്ട് ഉണ്ട്, അതുപോലെ തന്നെ ഒരു എബൌട്ട് ഉണ്ട്. ഈ 3 ലിങ്ക് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ഹോം അല്ലേ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഹോമിന് നമുക്ക് ജസ്റ്റ് സ്ലാഷ് മാത്രം കൊടുത്താൽ മതി. സ്ലാഷ് കൊടുക്കുന്നു. എഗെയിൻ നമ്മൾ ക്ലാസ് നെയിം സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി ഓരോ ഐറ്റത്തിന് നമ്മളിവിടെ നാവ് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നാവ് ലിങ്ക് സെറ്റ് ചെയ്യണം. അപ്പൊ ഇങ്ങനെയാണ് ലിങ്ക് കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് നാവിഗേഷന്റെ അകത്ത് UL ലിസ്റ്റിന്റെ അകത്ത് LI ടാഗിന്റെ അകത്ത് നമ്മൾ ലിങ്ക് കോമ്പോണന്റ് ഡിഫൈൻ ചെയ്തു. അതിൽ ജസ്റ്റ് റൗട്ട് സെറ്റ് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഞാനൊരു 2 റൗട്ടും കൂടെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കോണ്ടാക്ടിനും എബൌട്ടിനും കൂടെ എനിക്ക് റൗട്ട് ക്രിയേറ്റ് ചെയ്യണമെന്ന്, അത് രണ്ടും കൊടുക്കുകയാണ്. ഫസ്റ്റ് എബൌട്ടിന്റെ ആണ് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ഫോൾഡർ നെയിം എബൌട്ട് കൊടുത്തിട്ടുള്ളതുകൊണ്ട് അപ്പൊ പ്രീവിയസ് വീഡിയോ കാണാത്തവർ അത് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ റൗട്ട്സ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. അതിന്റെ കണ്ടിന്യൂഷൻ വീഡിയോ ആണിത്. അപ്പൊ നിങ്ങൾക്ക് ഇത് മാത്രം കണ്ടാൽ ഒന്നും മനസ്സിലാവില്ല. എബൌട്ട് സെറ്റ് ചെയ്ത് കൊടുത്തു. അതേപോലെ തന്നെ കോണ്ടാക്ട് ആണ് ഫൈനൽ. സോ കോണ്ടാക്ടിന്റെ റൗട്ട് സെറ്റ് ചെയ്യുക. ക്യാപ്ഷന് ഞാൻ കോണ്ടാക്ട് എന്ന് ബാക്കി കൊടുക്കുന്നു. ഇവിടെ പിന്നെ ക്ലാസ് നെയിം സെയിം നാവിഗേഷൻ ലിങ്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് ക്ലിക്കബിൾ ലിങ്ക്സ് ക്രിയേറ്റ് ചെയ്യാം. ജസ്റ്റ് ഈ ലിങ്ക് കോമ്പോണന്റ് പഠിച്ചാൽ മതി. ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം അല്ലേ. അതുപോലെ തന്നെ ആങ്കർ ടാഗ് അറിയാവുന്നവർക്ക് കുറച്ചുകൂടി ഈസിയായി. നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ യൂസ് ചെയ്ത സെയിം റൗട്ട്സ് ആണ് റീയൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ എവിടെയാണ് ഈ നാവിഗേഷൻ കോമ്പോണന്റിനെ ഡിഫൈൻ ചെയ്തത്, അതായത് ഇപ്പൊ നമ്മൾ ക്ലൈന്റ് കോമ്പോണന്റ് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കും അല്ലേ. ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഫോൾഡർ സ്ട്രക്ചർ പറഞ്ഞപ്പം layout.txs എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ ഉണ്ടെന്നല്ലേ. ഇതെന്താന്ന് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമ്മൾ ഇൻഡെപ്ത് നോക്കുന്നുണ്ട്. ഇപ്പൊ ജസ്റ്റ് ഈ ഫയലിൽ നമ്മൾ ഈ കോമ്പോണന്റ് ഇമ്പോർട്ട് ചെയ്യുവാണ്. സാധാരണ നമ്മൾ റിയാക്ട് കോമ്പോണന്റ് ഇമ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ navbar from components navbarനെ ഇമ്പോർട്ട് ചെയ്തു. ഇനി നമ്മൾ ബോഡി എന്ന് പറഞ്ഞിട്ടുള്ള ടാഗില്ലേ, അതിന്റെ അകത്താണ് ഇതിനെ കോൾ ചെയ്യുന്നത്. നമ്മൾ ഈ CSS ഫയലിനെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. navbar.css CSS ഫയലും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പോയി ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ വന്ന് നോക്കുമ്പോൾ നമ്മുടെ ഹോം, എബൌട്ട്, കോണ്ടാക്ട് ആ മെനു പ്രോപ്പർ ആയിട്ട് വന്നിട്ടുണ്ട്. ബൈ ഡിഫാൾട്ട് ഹോം പേജിലാണ് നിൽക്കുന്നത്. എബൌട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ എബൌട്ട് പേജിലേക്ക് പോയി, അഗൈൻ കോണ്ടാക്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ കോണ്ടാക്ട് പേജിലേക്ക് പോയി, അഗൈൻ ഹോം ക്ലിക്ക് ചെയ്യുമ്പോൾ ഹോം പേജിലേക്ക് വന്നു. ഇത് നമ്മുടെ പ്രോപ്പർ വാനില JSൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന മെനൂസ് പോലെ ആയില്ലേ. ഇതാണ് നെക്സ്റ്റ്.jsലെ ലിങ്ക് കോമ്പോണന്റ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നെക്സ്റ്റ്.js പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഹുക്കാണ്, യൂസ് റൗട്ടർ ഹുക്ക്. അപ്പൊ ഇത്രയും നേരം നമ്മൾ നോക്കിയത് ലിങ്ക് കോമ്പോണന്റ് ആയിരുന്നു അല്ലെ. അപ്പൊ ലിങ്ക് കോമ്പോണന്റ് എന്തിനായിരുന്നു യൂസ് ചെയ്യുന്നത്? അവിടെ നമ്മൾ ക്ലിക്കബിൾ ലിങ്ക്സ് ക്രിയേറ്റ് ചെയ്യും ക്ലയന്റ് സൈഡ് നാവിഗേഷന് വേണ്ടിയിട്ട്. അപ്പൊ കുറച്ചും കൂടെ പ്രോഗ്രാമാറ്റിക്കലി നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ലിങ്ക്സിന് പകരം ഒരു ലിങ്കിന്റെ ഓൾട്ടർനേറ്റീവ് ആണെന്ന് പറയാം, ഈ യൂസ് റൗട്ടർ ഹുക്ക് യൂസ് ചെയ്യാം. അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഒരു മാസ്റ്റർ പേജ് ഉണ്ടെന്ന് വിചാരിച്ചോ, അവിടെ നമ്മൾ ഫോം സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കണ്ടീഷണലി ഏതെങ്കിലും ഒരു വേറൊരു പേജിലേക്ക് നാവിഗേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും യൂസർ ആക്ഷൻ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂസർ ആക്ഷൻ ഒരു ബട്ടൺ ക്ലിക്കിൽ നമുക്ക് വേറൊരു പേജിലേക്ക് നാവിഗേറ്റ് ചെയ്യണം. അപ്പൊ ഇങ്ങനെ പ്രോഗ്രാമാറ്റിക് ആയിട്ട് നമുക്ക് നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് യൂസ് റൗട്ടർ ഹുക്ക് എന്ന് പറയുന്നത്. അപ്പൊ ലിങ്ക് കോമ്പോണന്റിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതൊരു റൗട്ടർ ഒബ്ജക്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ നമുക്ക് കറന്റ് റൗട്ട്, അതുപോലെ തന്നെ ക്വറി പാരാമീറ്റേഴ്സ്, റൗട്ടിംഗ് ഇവന്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ഇവന്റ്സിനെ റൗട്ടിംഗ് ഇവന്റ്സ് കിട്ടുമ്പോൾ നമുക്കറിയാം ആ ഇവന്റ്സിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ കോഡ് എക്സിക്യൂട്ട് ചെയ്യാം. അതെങ്ങനെയാണെന്ന് നമ്മൾ എക്സാമ്പിൾ നോക്കുമ്പോൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഞാൻ ആദ്യം എന്റെ layout.txs ഫയലിലെ നമ്മൾ നേരത്തെ എടുത്തത് അവിടുന്ന് ഈ നാവിഗേഷന്റെ കോമ്പോണന്റ്സ് ജസ്റ്റ് റിമൂവ് ചെയ്യുവാണേ. നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് യൂസ് റൗട്ടർ ഹുക്ക് ആണല്ലോ.
ഞാൻ എന്നിട്ട് ഇതൊന്ന് ക്ലോസ് ചെയ്യുവാണ്. എന്നിട്ട് ഞാൻ എൻ്റെ app.jsൽ നമ്മുടെ ഹോം റൂട്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ലേ, അവിടെ വരുവാണ്. ഇവിടെയാണ് നമ്മൾ യൂസ് റൗട്ടർ ഹുക്കിനെ യൂസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുന്നേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതുവരെ സെർവർ സൈഡ് ക്ലയന്റ് സൈഡ് കോമ്പോണന്റ് എടുത്തിട്ടില്ല അല്ലെ. അപ്പൊ യൂസ് റൗട്ടർ ഹുക്ക് യൂസ് ചെയ്യണമെങ്കിൽ നമ്മളൊരു ഡയറക്റ്റീവ് യൂസ് ചെയ്യണം, യൂസ് ക്ലയന്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കോമ്പോണന്റ് ക്ലയന്റ് സൈഡ് കോമ്പോണന്റ് ആണ് എൻഷുർ ചെയ്യുന്നതാണ്. അപ്പൊ ഈ ഡയറക്റ്റീവ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആ കോമ്പോണന്റ് എത്തുമ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ ഡയറക്റ്റീവ് നമ്മുടെ പേജിന്റെ സ്റ്റാർട്ടിങ്ങിൽ യൂസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈ ഹുക്കിനെ ഇമ്പോർട്ട് ചെയ്യാം. യൂസ് റൗട്ടർ നേരത്തെ നമ്മൾ ലിങ്ക് കോമ്പോണന്റ് ഇമ്പോർട്ട് ചെയ്തത് നെക്സ്റ്റ്/ലിങ്ക് എന്നല്ലേ, ഇവിടെ നെക്സ്റ്റ്/നാവിഗേഷൻ എന്നാണ് ഇമ്പോർട്ട് ചെയ്യേണ്ടത്. ഇതിപ്പോ നിങ്ങൾ Next.jsന്റെ 13 ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ നെക്സ്റ്റ്/റൗട്ടർ ആയിരിക്കും കാണാം, ഇവിടെ നെക്സ്റ്റ്/നാവിഗേഷൻ വേണം യൂസ് ചെയ്യാൻ. എന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യണം, റൗട്ടർ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഈ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നാവിഗേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ കുറെ പാരാമീറ്റേഴ്സിനെ ആക്സസ് ചെയ്യുന്നതും ഇവന്റ്സിനെ യൂസ് ചെയ്യുന്നതും ഒക്കെ. സോ ഞാൻ ആദ്യം നമുക്ക് ഒബ്ജക്റ്റ് നെയിം ഇഷ്ടമുള്ളത് കൊടുക്കാം കേട്ടോ. റൗട്ടർ എന്നാണ് കൊടുക്കുന്നത്. ഈ ഹുക്കിനെ കോൾ ചെയ്യുന്നു, നോർമൽ നമ്മുടെ യൂസ് സ്റ്റേറ്റ് ഹുക്കിനെയൊക്കെ കോൾ ചെയ്യുന്നില്ലേ അതുപോലെ തന്നെ. ഇനി ഞാൻ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്തതാണ്, നോർമൽ HTML ബട്ടൺ ആണ്. ഇവിടെ ഞാൻ ക്യാപ്ഷൻ കൊടുക്കുന്നത് ഗോ ടു എബൌട്ട് പേജ് എന്നാണ്. അതായത് എനിക്ക് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്റെ എബൌട്ട് പേജിലേക്ക് നാവിഗേറ്റ് ചെയ്ത് പോകണം. സോ നമുക്ക് എന്ത് ചെയ്യണം, ഓൺ ക്ലിക്ക് ഇവന്റിനെ ഇംപ്ലിമെന്റ് ചെയ്യണം അല്ലെ. ഇതിന്റെ ക്ലിക്ക് ഇവന്റില് ഹാൻഡിൽ നാവിഗേഷൻ എന്നാണ് ഞാനൊരു ഫംഗ്ഷൻ നെയിം കൊടുക്കുന്നത്. എന്നിട്ട് ഈ ഫംഗ്ഷനെ ഞാനൊന്ന് ഇംപ്ലിമെന്റ് ചെയ്യുവാണ്. ഇത് നോർമൽ നമ്മുടെ ആരോ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ആരോ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഇനി റൗട്ടർ ഒബ്ജക്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സെറ്റ് ഓഫ് പ്രോപ്പർട്ടീസും മെത്തേഡ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലൊരു മെത്തേഡാണ് പുഷ് മെത്തേഡ്. ഈ പുഷ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നാവിഗേറ്റ് ചെയ്യുന്നത്. അതായത് റൗട്ടർ ഒബ്ജക്റ്റ് ഡോട്ട് പുഷ് മെത്തേഡിനെ കോൾ ചെയ്യാം. ഇതിന്റെ അകത്ത് നമുക്ക് നാവിഗേറ്റ് ചെയ്യേണ്ട URL നമ്മുടെ റൗട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഏത് പേജിലേക്കാണ് പോകേണ്ടത്, എബൌട്ട് പേജിലേക്ക് അല്ലെ. സോ എബൌട്ട് എന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പൊ ഇത്രയേ ഉള്ളൂ. ബേസിക് ആയിട്ട് ഇതിന്റെ യൂസ് കേസ് ഇതാണ്. നമ്മൾ പേജ് നാവിഗേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇവന്റ്സ് ഒക്കെ എങ്ങനെ യൂസ് ചെയ്യേണ്ടത്, അതുപോലെ ക്വറി പാരാമീറ്റേഴ്സ് ഒക്കെ ഞാൻ കാണിച്ചു തരാം. നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ എന്തോ ഒരു എറർ വന്നിട്ടുണ്ട്. സോറി, ഞാനിവിടെ ഡയറക്റ്റീവ് കൊടുക്കുന്ന സമയത്ത് ക്യാപിറ്റൽ ലെറ്റർ ആയിരുന്നു കൊടുത്തത്, അതാണ് നമുക്ക് എറർ വന്നത്. ഞാൻ ഫസ്റ്റ് ഹോം റൗട്ട് എടുത്തു. അപ്പൊ നമ്മുടെ ഇവിടെ ഒരു ഗോ ടു ബട്ടൺ ഇല്ലേ, ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടില്ലേ എബൌട്ട് പേജിലേക്ക് പോയി. അപ്പൊ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പ്രോഗ്രാമാറ്റിക്കലി നമുക്ക് നാവിഗേറ്റ് ചെയ്യാം. അപ്പോൾ ആക്ച്വൽ യൂസ് കേസ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ഇവന്റ്സ് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ബട്ടൺ ക്ലിക്ക് എന്തെങ്കിലും ഒരു ആക്ഷൻ വരുമ്പോൾ API-Fetchൽ ഫോം സബ്മിഷനിലൊക്കെയാണ് നമ്മൾ ജസ്റ്റ് ഒരു ബട്ടൺ ക്ലിക്കിൽ ഇംപ്ലിമെന്റ് ചെയ്തു. ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ റൗട്ട്സ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ കൂടെ കുറെ പാരാമീറ്റേഴ്സിനെയും കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കാന്ന്. അത് നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ ഒരു ഇന്റർഫേസ് യൂസ് ചെയ്യാറില്ലേ, URL സെർച്ച് പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അതിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ JSON പാരാമീറ്റർ ആയിട്ട് സെറ്റ് ചെയ്യൂലേ, അതുപോലെ തന്നെ ഇവിടെയും ചെയ്യാം. അതായത് ഞാൻ ആദ്യം നമുക്ക് പാസ് ചെയ്യേണ്ട പാരാമീറ്റർ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുവാണ്. അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ URL സെർച്ച് പാരംസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇന്റർഫേസിനെ കോൾ ചെയ്തിട്ട് ഇവിടെ ഞാൻ പാസ് ചെയ്യുന്നത് ഒരു നെയിം ആണ് ഫസ്റ്റ് പാസ് ചെയ്യുന്നത്. അതിന്റെ കൂടെ ഒരു ആട്രിബ്യൂട്ടും കൂടെ പാസ് ചെയ്യുന്നുണ്ട്, ഏജ് എന്ന് പറഞ്ഞിട്ട്. ഞാനൊരു 30 ആണ് പാസ് ചെയ്യുന്നത്. ഇനി നമ്മൾ സാധാരണ കൊറി സ്ട്രിംഗ് എങ്ങനെയാണ് URL സെറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ പാരംസിനെ ഫസ്റ്റ് എന്ത് ചെയ്യണം, ടു സ്ട്രിംഗിലേക്ക് കൺവേർട്ട് ചെയ്യണം പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്ട്രിംഗ് ആയിട്ട് നമ്മൾ ഈ ഒബ്ജക്റ്റിനെ സെറ്റ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിത് എങ്ങനെയാണ് എബൌട്ടിന്റെ പേജിൽ ആക്സസ് ചെയ്യുന്നത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എഗെയിൻ ആ യൂസ് ക്ലയന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്റ്റീവ് യൂസ് ചെയ്യണം. കാരണം ഇത് എഗെയിൻ ഒരു ക്ലയന്റ് സൈഡ് കോമ്പോണന്റ് ആണ്. എന്നിട്ട് ഒരു ഹുക്കും കൂടി ഉണ്ട്, യൂസ് സെർച്ച് പാരം എന്ന് പറഞ്ഞിട്ടുള്ള ഹുക്ക്. അതിനെയും കൂടെ ഇമ്പോർട്ട് ചെയ്യണം. അതായത് നമുക്ക് ഈ കൊറി പാരാമീറ്റേഴ്സിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് അത് നമ്മൾ നെക്സ്റ്റ് നാവിഗേഷനിൽ നിന്ന് യൂസ് റൗട്ടർ ഹുക്കിനെ ഇമ്പോർട്ട് ചെയ്ത പോലെ
ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ URL പാസ് ചെയ്ത് വരുന്ന ക്വറി പാരാമീറ്റേഴ്സിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ യൂസ് പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഹുക്കിന് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ സെർച്ച് പാരം എന്നാണ് ഇൻസ്റ്റൻസ് നെയിം കൊടുക്കുന്നത്. എഗെയിൻ യൂസ് പാരം ഹുക്കിനെ കോൾ ചെയ്യാം. എന്നിട്ട് ഇതിൽ ഡോട്ട് ഗെറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഓരോ പ്രോപ്പർട്ടി ആയിട്ട് ആക്സസ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് നെയിം അല്ലേ ഉള്ളത്, അപ്പൊ ഞാൻ സെർച്ച് പാരാമീറ്റേഴ്സ് ഡോട്ട് ഗെറ്റ് മെത്തേഡിനെ കോൾ ചെയ്തിട്ട് പ്രോപ്പർട്ടി നെയിം പാസ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് നമുക്ക് നെയിം ആയതുകൊണ്ട് നെയിം ആക്സസ് ചെയ്യാം. ഇനി രണ്ടാമത്തത് നമുക്ക് ഏജ് അല്ലേ, സോ നമുക്ക് ഏജിനെയും കൂടെ ആക്സസ് ചെയ്യാം. ഈക്വൽ ടു എഗെയിൻ സെർച്ച് പാരം ഡോട്ട് ഗെറ്റ് ഓഫ് ഏജ്, പ്രോപ്പർട്ടി നെയിം എന്താണോ അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അത് തന്നെ കൊടുക്കുക. ഇനി ഞാനൊരു പാരഗ്രാഫ് ടാഗിന്റെ അകത്ത് ഫസ്റ്റ് നെയിമിനെ ഒന്ന് റെൻഡർ ചെയ്യുവാണ്. അതേപോലെ തന്നെ ഏജിന്. അപ്പൊ ഇത്രയേ ഉള്ളൂ. പാരാമീറ്റേഴ്സ് ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒബ്ജക്റ്റ്, നമ്മൾ സാധാരണ ജാവാസ്ക്രിപ്റ്റിൽ എങ്ങനെയാണോ നമ്മൾ സെർവർ സൈഡിലേക്ക് റിക്വസ്റ്റ് പോകുമ്പോൾ URL സെർച്ച് പാരാമീറ്റർ ഇന്റർഫേസിനെ കോൾ ചെയ്തിട്ട് നമ്മൾ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാറില്ലേ, സെയിം മെത്തേഡിൽ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് സ്ട്രിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്ത് URLന്റെ കൂടെ ക്വറി സ്ട്രിംഗ് ആയിട്ട് അപ്പൻഡ് ചെയ്യുക. ഇവിടെ വന്നിട്ട് യൂസ് സെർച്ച് പാരാമീറ്റർ ഹുക്കിനെ യൂസ് ചെയ്തിട്ട് പാരാമീറ്റേഴ്സിനെ ആക്സസ് ചെയ്യാം. എഗെയിൻ നമുക്ക് ബ്രൗസറിൽ വന്നിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ URL കാണാം നെയിമും ഏജും പാസ് ചെയ്തിരിക്കുന്നത് ഇവിടെ വന്ന് റെൻഡർ ആയിട്ടുണ്ട്. ഇതാണ് യൂസ് റൗട്ടർ ഹുക്കിന്റെ സെക്കൻഡ് യൂസ് കേസ്. ഇതിനെ നമുക്ക് റൗട്ടർ ഇവന്റ്സ് യൂസ് ചെയ്യാം. നമുക്ക് സെർവർ ക്ലൈന്റ് കോമ്പോണൻസ് എടുത്ത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് റൗട്ടർ ഇവന്റ്സ് യൂസ് ചെയ്യുന്നത്, അതായത് ഒരു API ഫെച്ച് വരുമ്പോൾ എങ്ങനെയാണ് റൗട്ടർ ഇവന്റ്സും കൂടെ യൂസ് ചെയ്തിട്ട് നാവിഗേറ്റ് ചെയ്യുന്നത്, കണ്ടീഷണൽ റെൻഡർ ചെയ്യുന്നത് നോക്കാം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്